ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് നേപ്പാളിലാണ്. നേപ്പാളിലെ ഉൾഗ്രാമത്തില്, വളരെ ഒരു ഉൾഗ്രാമത്തിലാണ് ഉള്ളത്. ജുംല കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണുള്ളത്. അപ്പൊ അതെ ഞാൻ താമസിക്കാൻ പോകുന്ന ഒരു വീട് കണ്ടോ? അതെ ഈ വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇവിടെ എത്രയും ആൾക്കാരുണ്ട്. രാത്രിയാകുമ്പോൾ ഇവിടെ ഫുഡൊക്കെ അവർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും പിന്നെന്താണ് ആലു ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, താങ്ക് യു. കഴിക്കാൻ വേണ്ടി തരാണ് കേട്ടോ. ആലു ആണ്. ആലുവും ചപ്പാത്തി കുറേ ഉണ്ട് തോന്നുന്നു. ഇല്ല, രണ്ടെണ്ണം തന്നെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതാ വെള്ളം നോക്ക്. അച്ഛ വെള്ളം നോക്ക്. വെള്ളമൊക്കെ റിച്ച് ആയിട്ടുള്ള ഈ സാധനത്തിലാണ് കേട്ടോ തന്നിട്ടുള്ളത്. കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. ബഹുത് ധന്യവാദ്. ഞാൻ പുറത്തു പോയിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. കയ്യില് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാ ഇവിടുന്ന് മുകളിലേക്ക് പോവാൻ കേട്ടോ. ഇവരുടെ വഴിയൊക്കെ സീനാണ് കേട്ടോ. ഏതൊക്കെയോ വഴിയിലൂടെ പോകുന്നത്. കിടക്കാൻ അവിടെ സ്ഥലമില്ല. അപ്പൊ അപ്പുറം എവിടെയോ പോയിട്ട് കിടക്കുന്നത്. പുള്ളിക്കാരുടെ മകളുണ്ട്. മകളുടെ കൂടെ എന്നെ കടത്തുന്നത്. ഓ, ഇവിടെ അങ്ങനെ നടക്കുമ്പോ തന്നെ എനിക്ക് ക്ഷീണിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കൂടുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടാണ് തോന്നുന്നു. വായനൊക്കെ പോകും. ഇവിടെ കല്ല് വെച്ചാട്ടോ സ്റ്റെപ്പൊക്കെ കണ്ടോ? കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്റ്റെപ്പൊക്കെ കല്ല് വെച്ചിട്ടാണ്. किधर जाएगा? उधर नहीं रहेगा. प्रॉब्लम नहीं. ओ प्रॉब्लम नो. हाँ हाँ പട്ടികൾ വഴിയില്. किधर? ठीक है. ഓ, ഇവിടെ ലക്ഷറി. ഹലോ, ഇവിടെ ലക്ഷറി ആൾക്കാര് മൊത്തം അടിപൊളി. കൊള്ളാം. അവിടെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലാണ് നമ്മളെ റൂം എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടാ. എനിക്കൊന്നും ഞാൻ വന്നോണ്ട് അവര് സ്ഥലം അവിടെ ഇല്ലാത്തോണ്ട് ഇവിടെ ആക്കുന്ന ഞാൻ തോന്നുന്നുണ്ട്. മുകളിലേക്ക് കയറി. ഇവിടെയാണ് വീട്. ദേ ഇതാണ് റൂം കേട്ടാ. റൂം റെഡിയാക്കിക്കൊണ്ടിരിക്കും അവര്. ഇവിടെ രാത്രി ആകുമ്പോൾ ലൈറ്റ് വരും. ഒരു 7 മണിയാകുമ്പോൾ ഇന്റർനെറ്റ് പോകും. രാവിലെ ഇന്റർനെറ്റ് വരും, രാവിലെ കറണ്ട് പോകും. ഗുഡ് മോർണിംഗ്. ദേ ഇന്നലെ അവിടെ കിടന്നുറങ്ങി. എണീച്ച് ഉറങ്ങിന്ന് പറയാൻ പറ്റില്ല, അവിടെ കിടന്നു എന്ന് വേണം പറയാൻ. ഭയങ്കര തണുപ്പായിരുന്നു. ഒരു പുതപ്പ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. 1, 2, 3 ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് തണുക്കുമായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഈ ഒരു മലമുകളിൽ. അപ്പോൾ തണുപ്പ് മാത്രമല്ല, പിന്നെ എനിക്ക് മൂക്കിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല റണ്ണിങ് നോസായിരുന്നു. എന്തോ എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറച്ച് ഒരു 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നോക്ക് എന്ത് രസമുള്ള വില്ലേജ്. അവിടുത്തെ സൗണ്ട് തന്നെ വില്ലേജിലെ ഓരോ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. വണ്ടികളോ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര രസമാണ് കണ്ടോ. കോഴികൾ, ആട്, പശു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പട്ടികൾ തന്നെ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഫ്ലഫി ഫെദറും ഒക്കെ ആയിട്ടാണുള്ളത്. സോ രാവിലെ അവരെന്നെ നേരത്തെ 6 മണിക്കെല്ലാം വിളിച്ചു. പക്ഷെ ഞാൻ ഉറങ്ങാത്തോണ്ട് പിന്നെ ഉറങ്ങാൻ ശ്രമിച്ച് ഇങ്ങനെ കിടന്ന്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് തന്നെ എണീച്ചത്. ഉറങ്ങിയിട്ടില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തീറ്റ ഉറങ്ങാൻ ശ്രമിച്ചാലും കിടന്ന് നല്ല ടയർഡാവുന്ന ഓർത്തിട്ട്. സോ ഇപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്താണ് ഏത് വീട്ടിലൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഇവർ ഓരോരോ വീട്ടിലാണ് ഉള്ളത്. ഇപ്പം ഞാൻ വേറെ വീട്ടിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഇത് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാ. നോക്ക് ഈ സാധനം. അത് എങ്ങനെയാണ് അവരിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്ന ഷാർപ്പായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരുടെ ചെരുപ്പൊക്കെ ഇട്ടാൽ നടക്കുന്നത്. ഷൂ എല്ലാം ഇട്ടിട്ടുള്ളത്. എൻ്റെ ചെരുപ്പ് അതിൻ്റെ ഉള്ളിലാണ് കണ്ടോ. ഇത് വേറെ വീട്, ചെറിയ വീട്. ഹലോ, നമസ്തേ. എന്താണ്ടോ ഇത് വേറെ ഏതോ വീടാണ്. നോക്ക് എന്താ ഇവിടെ നൂലൊക്കെ ഉണ്ടാക്കുന്നത്. വീടിൻ്റെ ഉള്ള ഒരേപോലെ ഇരിക്കുന്നു. എല്ലാ വീടും ഒരേപോലെ ഇരിക്കുന്നു കേട്ടോ. അതെ അവിടെ കിടന്നുറങ്ങുന്ന ബെഡ്റൂം കണ്ടോ. അവരുടെ ബെഡ്റൂം ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇല്ലേ രാത്രി ആവുന്ന സമയത്ത് ഇന്റർനെറ്റ് കംപ്ലീറ്റ് പോവും. രാവിലെ ആകുമ്പോൾ ഇന്റർനെറ്റ് വരും.
വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം രാവിലെ കറണ്ട് പോകും, ഇത് സോളാറാണ്. വൈകുന്നേരം ആകുമ്പോൾ നോർമൽ ഇലക്ട്രിസിറ്റി വരും. ഇവിടെ അങ്ങനെയൊക്കെയാണ്. രാവിലെ ഇൻ്റർനെറ്റ് വരും, ഇൻ്റർനെറ്റ് വൈകുന്നേരം പോവും. വൈകുന്നേരം ആകുമ്പോൾ ഇലക്ട്രിസിറ്റി വരും, രാവിലെ ആകുമ്പോൾ ഇലക്ട്രിസിറ്റി പോവും. ഇങ്ങനെ പകുതിയൊക്കെ ഉള്ളൂ. ഇന്നലെ ഇൻ്റർനെറ്റ് പോലും ഇല്ലാണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നേ ഫോണെങ്കിലും നോക്കി ഉറക്കം ഇല്ലാണ്ട് രാവിലെ നേരം വെളുപ്പിച്ചേനെ. ഭ്രാന്ത് പിടിച്ച് ഇന്നലെ സത്യം പറഞ്ഞാൽ. ഇനി ഞാൻ ഏതെങ്കിലും റേഞ്ചുള്ള സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇത്രയും നല്ല മനുഷ്യരും വില്ലേജൊക്കെ കാണുമ്പോൾ ഇവിടെ അവിടെയൊക്കെ നിൽക്കാനും തോന്നും. രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ല, രാത്രി ആകുമ്പോഴാണ് മൈൻഡ് മാറാ. ഇവിടെ ഞാൻ കുറച്ച് ചോറ് കേട്ടോ മേടിച്ചുള്ളൂ. ചോറ് റൊട്ടി ഉണ്ട്, അപ്പം ഞാൻ ചോറാണ് കഴിക്കുന്നത്. റൊട്ടി കഴിക്കുമ്പോൾ എന്തോ ഹാർഡ് ഫീലാണ് എനിക്ക്. അപ്പം ഞാൻ കുറച്ച് ചോറ് മാത്രം എടുത്ത്, പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട്, ബീൻസ് പോലത്തെ എന്തോ ഒരു ഐറ്റവും പയറും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് കഴിക്കുന്നത്. അടിപൊളിയാന്ന് തോന്നുന്നു. നല്ല ചൂടാ. താങ്ക് യു, ധന്യവാദ്. ഇതുണ്ടോ അവരിങ്ങനത്തെ സാധനത്തിൽ കുടുക്കയിലാണ് വെള്ളമൊക്കെ തരിക. നല്ല രസമാണ്. ചൂട് കാരണം നല്ല ആവി പോകുന്നുണ്ടോ, പൊള്ളുന്നുണ്ട് കൈ. അവിടെ നോക്കി മേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേള എന്നാണ് ഇവർ പറയുന്നത് അതിനെ. ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഡേ അതായിരിക്കും. ഇന്നലെ രാത്രിയും കുറേ പരിപാടികളുണ്ടായിരുന്നു, അതിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിട്ടോ. അതിൻ്റെ മുകളിലാണ് നടക്കുന്നത്. തിരിച്ച് ഞാനിതേ വീട്ടിലേക്ക് പോവാണ്. സാധനങ്ങൾ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പോകുന്ന വഴിക്ക് തിരിച്ചിറങ്ങുകയാണ്. ഇവിടുന്ന് മുകളിലേക്ക് ഇനി കുറേ വില്ലേജസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ പോയ റോഡ് പോലത്തെ വഴിയിലൂടെ വീണ്ടും മുകളിലേക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും താഴേക്കാണ് ഇറങ്ങുന്നത്. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ റേഞ്ച് ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ച് ഇറങ്ങാണ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടോ വഴിയുണ്ടോ, ഇങ്ങനെ ഉള്ളൂ ചെറിയൊരിതാ. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും. ഇവർക്ക് ശീലമായി, എനിക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് അടുത്ത് പുരു എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അവിടെയും പിന്നെ അതല്ലാണ്ട് ഓണ്ട വേല ആ ഒരു വില്ലേജേ ഉള്ളൂ ഞാൻ തിരിച്ചു പോകുന്ന വഴിയിലേ. അത് ഇതുപോലത്തെ ഒരു വില്ലേജാണ് കേട്ടോ. ഇതിലും ചെറിയൊരു വില്ലേജാണ്. ഞാനിത് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ നിന്ന് താങ്ക് യു പൊട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഇടാനൊരു ആഗ്രഹം. ഇവിടെ എല്ലാവരും ഇതേ അങ്ങനത്തെ പൊട്ടൊക്കെയാണ് ഇടുന്നത് കേട്ടോ. ഇവിടെ കളർ പൊട്ടാണ് ഇട്ടുള്ളത്. ഇവിടെ എല്ലാവരും എന്നെ യാത്ര അയക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ധന്യവാദ്. ചീക്കേ ഭയങ്കര എൻ്റെ അടുത്ത് എന്നോട് ചോദിക്കാം എത്ര മാസം അവിടെ താമസിക്കുന്നതാണ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ല ഇന്ന് പോകുന്നത്. അപ്പനോട് പറഞ്ഞ നാളെ പോവാ. ഞാൻ പറഞ്ഞ ഇല്ല അവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന്. അപ്പോൾ പുരു എന്ന് പറഞ്ഞ വില്ലേജിലും നെറ്റ്വർക്ക് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കാനുള്ളതെന്ന് പറഞ്ഞു. അത് ഇവർക്ക്. എനിക്ക് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നടക്കാനുണ്ടാവും. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ധന്യവാദ്. താങ്ക് യു, ബൈ. किधर जाएगा मैडम? पुरू जाएगा. हाँ. खाना पहले खाया. हाँ. ഫുഡ് കഴിച്ചോന്നിരിക്കുന്നത്. ഫുഡ് ഞാൻ ഒരു നേരം കഴിച്ചു. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു 12:21 ഇവിടെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുന്ന നേരം. പക്ഷെ ഞാൻ രാവിലത്തെ കഴിച്ചത്. ഇപ്പം എനിക്ക് വിശക്കുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, ബൈ. ഈ വീട്ടിലാണ് കേട്ടോ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിലെന്ന് പറയാൻ പറ്റില്ല. ഈ വീട്ടിലെ ആൾക്കാർ മുകളിൽ ഞാൻ താമസിച്ചു, വേറെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നുണ്ടായത്. രാവിലത്തെ ഫുഡ് വേറെ സ്ഥലത്ത്, രാത്രിത്തെ ഫുഡ് വേറെ സ്ഥലത്ത്. ഇന്ന് കുറേ പേര് എന്നെ കാണാൻ വന്നിട്ട് അവരെല്ലാവരും എന്നെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞില്ല പോവാണ് എന്നൊക്കെ. പിന്നെ ഇവിടെ മേള നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അരിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ വീടുകളിലേക്കും. ഇതാ അവിടെയൊക്കെ എന്തോ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇന്ന് ഫുള്ള് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ആരും കൃഷിയിടത്തേക്കൊന്നും പോയില്ല. എല്ലാവരും ഗ്രാമത്തിലുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഓരോ പരിപാടികൾ നടക്കാതെ അതിൻ്റെ മുകളിൽ എന്തോ നടക്കുന്നുണ്ട്. അതാണ് അവിടെ കുറേ ആൾക്കാരുള്ളത്. ഉണ്ട് താഴത്തെ നില ഫുള്ള് ഇങ്ങനെ പശുക്കൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. പാലൊന്നും കുടിക്കുന്ന പക്ഷേ ഇവർ കാണുന്നില്ല കേട്ടോ. നോക്ക്, ഞാനപ്പോൾ തിരിച്ച് ഇതുവഴി തന്നെ ഇറങ്ങിയിട്ട് പോവാണ്. ഞാൻ എന്തായാലും നടന്നാണ് കേട്ടോ പോകുന്നത്. നടന്നിട്ട് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും താഴത്തേക്ക് ഇറക്കുവാണല്ലോ. വണ്ടി കിട്ടുകയാണെങ്കിൽ ഞാൻ വണ്ടിയിൽ പോവും. പക്ഷെ വണ്ടി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഈ ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നുണ്ടോ, അതെല്ലാം അരിയാണ് കേട്ടോ. അരിയെല്ലാം ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു മോഡേൺ ആയിട്ടുള്ള കുട്ടീനെ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. ബായ്. ഈ ഗ്രാമത്തിൽ ഞാനിപ്പോൾ ഫേമസ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാം. എന്നെ കാണാൻ എത്ര പേരാണ് രാവിലെ വന്നതെന്നറിയോ. ഞാനപ്പോൾ ക്യാമറ ഒക്കെ താഴെ വച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്.
തിരിച്ചു പോകുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് കേട്ടോ. കാരണം ഭയങ്കര സ്നേഹമായിട്ടുള്ള ആൾക്കാർ. ഞാൻ കയറി വന്നപ്പോൾ എങ്ങനെയായിരുന്നു, മുന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. കയറി വന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ഇതാരാന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് ഭയങ്കര സ്നേഹമായി മാറി. അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. കണ്ടോ, ഇതുവഴി താഴേക്ക് ഇറങ്ങി, ഇനി ഇതുവഴി കറങ്ങി വേണം പോകാനായിട്ട്. ആ മുകളിൽ കൂടെ കാണുന്ന വരെയാണ് എനിക്ക് പോകാനുള്ള റോഡ്. ഈ താഴേക്ക് കണ്ടോ, ഇതുവഴിയൊക്കെ ഇങ്ങനെ വര പോയിട്ടുള്ളത്, അതൊക്കെ താഴത്തെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ അവിടെയൊക്കെ വീടുകൾ കണ്ടോ, ചെറിയ വീടുകൾ ഏറ്റവും താഴെയുണ്ട്. അതിന് മുകളിലേക്ക് വര പോയേക്കുന്നുണ്ട്. അതെ, ഇങ്ങനെ ഡിസൈനിൽ വര, അതിങ്ങനെ മുകളിലേക്ക് വീടുകൾ കണ്ടോ. അങ്ങോട്ട് ടോപ്പിലേക്ക് വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയാണ് കേട്ടോ. ദേ ഓരോരുത്തരുണ്ടോ ഓരോ സാധനങ്ങൾ ഏറ്റി വരുന്ന നോക്കി. നടന്നിട്ട് എത്രയോ കിലോന് ഏറ്റിയിട്ടാണ് വരുന്നത്. അതും അവരായി കയറ്റം കയറിയിട്ട്. ഇങ്ങനെയാണ് അവർ നടക്കുന്നത്. അവരുടെ ആരോഗ്യം എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു 10 ഇരട്ടി അധികം ഉണ്ട്. അതുകൊണ്ടാണ് അവർ അരമണിക്കൂർ കൊണ്ട് താഴെ എത്തുമെന്ന് പറഞ്ഞ്. ഞാൻ എന്തായാലും 1.5 മണിക്കൂറാവും താഴെത്താൻ. ഇവിടെ നോക്ക്, എന്ത് സൈലൻ്റാണ്, വണ്ടികളൊന്നുമില്ല. ലിമിറ്റഡ് വണ്ടികളാണ്. വല്ലപ്പോഴും ഒരു വണ്ടി പോയാലേ ഉള്ളൂ. അതിൽ 100 ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വണ്ടി കിട്ടും. അല്ലെങ്കിൽ ഞാൻ നടന്ന് തന്നെ താഴെത്തേണ്ടി വരും. കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുള്ളിക്കാരനെയാണ് ആകെ കണ്ടത് കേട്ടോ വഴിയിൽ. നോക്ക് കണ്ടോ, ആടിനെ മേക്കാൻ വന്നിട്ടില്ലേ. ഹലോ, ആപ്കാ ഘർ ഇധർ ഹി? ആ ഗാവിൻ്റെ പേരെന്താ? ജുംല കോട്ട്. ठीक है, मैं पुरू जाएगा. തണുപ്പാണ്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ആടിനെ മേക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് കണ്ടോ. ഇന്നലെ ഇതുവഴിയാണ് വണ്ടിയിൽ വന്നത്. നടന്നു പോകുമ്പോൾ അത്ര പേടി തോന്നുന്നില്ല കണ്ടാ. ഇത് കറക്റ്റ് ഗ്യാപ്പ്, ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ ഇത്രയും താഴത്തേക്ക് അങ്ങോട്ട് പോകും. നടക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇത് നോക്കിക്കേ, ഇവിടെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. മരം മുറിച്ചിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്, അതിലിപ്പോൾ വെള്ളം വരുന്നില്ല. എനിക്ക് തോന്നുന്നു മൗണ്ടെയിനിന് മഴയുള്ള ടൈമിലൊക്കെ വെള്ളം വരുന്നുണ്ടാവും. അതെ, ഇതിനടിയിൽ കൂടെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം അവർ കുടിക്കാനല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതുവഴി തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് വീടുകൾ. സമ്മതിക്കണം കേട്ടോ, അവരുടെ വീട് കെട്ടുന്ന ഇവിടെ എവിടെയൊക്കെയാണ് ഒന്ന് നോക്കി നോക്ക്. ആ വര പോയിട്ടോ നോക്കുന്നേ, അവിടെയൊക്കെയാണ് വീടുള്ളത്. വാവ്, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ മൗണ്ടെയിൻസും ഇങ്ങനെ തന്നെ കണ്ടോ. ഇതുവഴിയാണ് ഞാൻ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ കാറ്റ്. അത് തണുക്കുന്ന മൂക്കുന്ന ഇങ്ങനെ ഒലിക്കുകയാണ്. വെള്ളം പോലെ ഇരിക്കുന്ന സാധനം ഒലിക്കുന്നത്. കാരണം നല്ല തണുത്ത കാറ്റ് വീശിയിട്ട്. ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ ഒരു റോസ് ചെടിയാ. ഹലോ, നമസ്തേ. അതൊക്കെ കൊണ്ടുവന്ന് ഹായ് നമസ്തേ. കണ്ടോ, ഇവിടെയൊക്കെ എന്തോ വീടൊക്കെ കാണുന്നുണ്ട്. കിലോമീറ്റർ കണക്കിനാണ് നടക്കുക. ഇവിടുന്ന് റോഡിലേക്ക് 11 കിലോമീറ്റർ ഉണ്ട്. അതെല്ലാം അവർ നടന്നു തന്നെയാണ് പോകുന്നത്. മിക്ക ആൾക്കാരും ഇന്നലെ ഞാൻ അവിടെ വില്ലേജിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നടന്നാണ് പോകുന്നതെന്നാണ്. ഇവിടെ കണ്ടോ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കാണുന്നത്. ഈ അടുത്താണ് ഇവിടെ ഇലക്ട്രിസിറ്റി വന്നത്. അത് രാത്രി മാത്രമേ കിട്ടുള്ളൂ. ഇൻ്റർനെറ്റ് ഈ അടുത്താണ് വന്നത്. അത് രാവിലെ മാത്രമേ കിട്ടുള്ളൂ. അതാണ് പറയണത്. ഇവിടെ നോക്ക്, നല്ല രസമാട്ടോ. പക്ഷെ കാണാൻ നോക്ക്, സ്റ്റെപ്പായിട്ട് ഓരോ സ്ഥലങ്ങളും വീടും കൃഷിയിടങ്ങളൊക്കെ കണ്ടോ. നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നോക്കിയേ, ഇതുവഴിയെല്ലാം ഞാൻ വന്നത് ഇന്നലെ. വാവ്, ഫൈനലി ഞാനിതേ പുരു വില്ലേജ് കണ്ടു കേട്ടോ. ഇതേ ആ കാണുന്നതാണ് നമ്മളുടെ പുരു വില്ലേജ്. അപ്പം ഇനി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറിൽ ഞാൻ അവിടെ എത്തും കേട്ടോ. സമാധാനമായി. ഇനി അവിടേക്ക് എക്സ്പ്ലോർ ആക്കണം. ഇന്ന് അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും. താഴേക്ക് നടക്കും അവിടുന്ന്. അവിടുന്ന് വീണ്ടും 8 കിലോമീറ്ററോ സംതിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതോ അതിൽ കൂടുതലുണ്ടാവും. നടന്ന് രാത്രി ആകുമ്പോഴായിരിക്കും എത്തുള്ളൂ. ഇവിടെ തന്നെ ഞാൻ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ്, ചിരിക്കുന്നേ. വീടുകൾ നോക്കി ഇവിടുത്തെ ഇതെല്ലാം ഭയങ്കര വലിയ വീടാണ് കേട്ടോ. പുതിയ വീടുകളാണ്. പണ്ടത്തെ വീടുകളുടെ മുകളിൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോഴത്തെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ്, പഴയ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്നോ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ ഇവർ പറയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ വീടൊക്കെ മാറ്റി കെട്ടിയെന്നൊക്കെ. ഇതാണ് വഴി കണ്ടോ. ഇതാണ് കറക്റ്റ് പഴയ സ്റ്റൈലിൽ വീട്. ഏറ്റവും മുകളിലേക്ക് കയറുന്ന വഴി കണ്ട. ആ സ്റ്റെപ്പ് ആ കോണി കണ്ട. ആ കോണി തന്നെ ഇങ്ങനെയാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. ഇവിടുത്തെ ആൾക്കാർ പൊതുവേ ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ വാതിലുകൾ ഭയങ്കര ചെറുതായിരിക്കും.
പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ കണ്ടോ, വെള്ളം കുടിക്കുന്ന സാധനം, പ്ലേറ്റ്, കഴിക്കാൻ തരുന്ന പ്ലേറ്റ്, അതൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറിലായിരിക്കും ഉണ്ടാവുക. അത് നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, ഇവിടുത്തെ വീടുകൾ ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. നമസ്തേ. കുഴപ്പമില്ല കേട്ടോ, ഫ്രണ്ട്ലിയാണ്. ഇവിടെ ഇങ്ങനെ പശുവിൻ്റെ സ്മെല്ലാണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ. ഡോഗ്സ് കണ്ടോ, അവരുടെ ഫറ് കണ്ടോ, ഭയങ്കര ഇതായിട്ടുള്ളത്. നോക്കി എന്ത് രസമാണ് വീടൊക്കെ കാണാൻ. ഇവിടുത്തെ വീടിൻ്റെ അപ്പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടില്ലേ. പുതിയ വീടുകൾ കണ്ടോ ഇങ്ങനെ കെട്ടി വരുന്നത്. പഴയ വീട് ഇങ്ങനെ, പുതിയ വീട് ഇങ്ങനെ. ഇതുവഴിയൊക്കെയാണ് ഞാൻ ഇന്നലെ വണ്ടിയിൽ വന്നത് കേട്ടോ. ഇനി എത്ര ദൂരം നടക്കണം എന്ന് എനിക്കറിയില്ല. ഇതൊരു വളരെ ചെറിയ വില്ലേജാണ് കേട്ടോ. അവിടെ നോക്ക്, അവർ തന്നെ അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടോ ഓരോന്ന് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്ന വഴിയൊക്കെ നോക്ക്, ഒരു ഗ്രാമത്തിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ കയറി പോകാനുള്ള വഴികളായി കാണുന്നത്. എല്ലാവരുടെ വീട്ടിലും കണ്ടോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വിറക് എല്ലാ വീട്ടിലും അതെ. ഇപ്പം മൊത്തം മെയിനായിട്ട് ഇവർ വിറക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആകെ ഒരു വീട്ടിലാണ് ഞാൻ ഗ്യാസ് സ്റ്റവ് കണ്ടത്. ബാക്കി എല്ലാ വീട്ടിലും ഗ്യാസ് സ്റ്റവ് ഇല്ല. ഒന്നാമത് ഉണ്ടെങ്കിൽ തന്നെ അവർക്കിപ്പോൾ ഷോർട്ടേജ് ആയതുകൊണ്ട് മൊത്തം വിറകാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ എല്ലാം ലൈഫ് എത്ര പീസ്ഫുള്ളാണെന്നറിയോ. ഭയങ്കര രസമാണ്. ഇവർ ഈ വില്ലേജിൽ തന്നെ ഇങ്ങനെ താമസിച്ച്, ഇവിടുത്തെ ഓർഗാനിക് ലൈഫാണ് കണ്ടോ. അവിടെ ഉള്ളി സാധനങ്ങളൊക്കെയാണ്. ഉള്ളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, ഉള്ളീൻ്റെ ചെടി പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്. പിന്നെ നോക്ക്, ഓരോ കൃഷിയാണ് കാണുന്നത്. കടുക്, അങ്ങനത്തെ ഓരോന്ന്, ആപ്പിള്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആക്കുന്നു. കിസാൻ എന്തോ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹിന്ദി പോലെ തന്നെയാണ് നേപ്പാളി ഭാഷ. ഭയങ്കര സിമിലറാണ് കേട്ടോ. നമുക്ക് വിറക് എന്തോരാ ഇവിടെ കൂട്ടി വെച്ചേക്കുന്നത്. ഇവിടെ എന്ത് സൈലൻസാണെന്നറിയോ. ഇവിടെ കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവും, അല്ലാണ്ട് ഇവിടെ ഭയങ്കര സൈലൻസാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജും കണ്ട. സൈലൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാവും. അതേ ഫ്ലൈറ്റ് പോണ സൗണ്ട് വരെ നല്ല സ്പീഡിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് കണ്ടാ. ഇവിടെ ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. ഇത് ജുംലയിൽ നിന്ന് വരുന്നതായിരിക്കും. ജുംലയിൽ നിന്ന് എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഇടയ്ക്കുള്ള ഫ്ലൈറ്റാണ് ആ പോകുന്നത്. ആടിൻ്റെയും കോഴിയുടെയും പശുവിൻ്റെയൊക്കെ സൗണ്ടാണ് നമുക്ക് മെയിനായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളുടെ, ആൾക്കാർ സംസാരിക്കുന്നവരെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പണ്ടത്തെ വീടിൻ്റെ ഒക്കെ കളറ് കണ്ടോ നോക്ക്. നീല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ക്ലീനായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. ചെറിയ ഡോറ് കണ്ടോ നോക്ക്. എല്ലാത്തിനും ഭയങ്കര ചെറിയ ഡോറാണ്. ഇതേ അവരെന്തോ അവിടെ അരി കുത്തുന്നോ അങ്ങനെ എന്തോ ചെയ്യുന്നു. जा सकते हैं उधर देखने के लिए. അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അതെന്തോ ചോദിക്കാനാ. ഉധർ जा सकते हैं उधर देखने के लिए. ഇല്ലാന്ന് എന്താ അങ്ങനെ പറഞ്ഞേ. ആ सकते हैं आएगा. ഇവർക്ക് ഹിന്ദി അറിയില്ല, ഇതാണ് മെയിൻ പ്രശ്നം. ഉധർ देखने के लिए. അവരെന്തോ പറയുന്നു. ചോദിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കണ്ട. അവരെന്തോ അമ്മിയിൽ ഇങ്ങനെ മറ്റേ സാധനം ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭാഷ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. ഭാഷ അറിയാത്തതുകൊണ്ടായിരിക്കും അവർ നോ എന്ന് പറഞ്ഞത് കേട്ടോ. എന്താ മനസ്സിലായില്ല എന്ന് എല്ലാവർക്കും ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനിയുണ്ട് താഴേക്ക് കുറേ കിലോമീറ്റർ. ഞാൻ വെച്ചു പുരു കുറച്ചുകൂടെ വലിയ വില്ലേജാണെന്ന്. പക്ഷെ അല്ല, ഒരുപാട് വലുതല്ല. ഇത് വഴിയാണ് കേട്ടോ ഞാൻ വന്നത്. എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇത്രയും റിസ്കി ആയിട്ടുള്ള വഴിയിലൂടെ ഞാൻ എങ്ങനെ പോയി. വെറുതെ അല്ല ഞാൻ ഇന്നലെ പേടിച്ച് പറിച്ചിരുന്നത്. ഇതിൽ വണ്ടിയിൽ വരുമ്പോൾ കുലുങ്ങൂലേ നോക്ക്. ഇത് ശരിക്കും ഒരു പാറക്കെട്ട, നിങ്ങൾക്ക് കാണുന്നുണ്ടാ. ഇത് ഇങ്ങനെ പാറ, ഒരു റോഡായിട്ടല്ല ഉള്ളത് ഈ പാറ. അപ്പുറത്തേക്ക് ഇങ്ങനെ കൊക്കയും കണ്ട. നടുവിലൊരു 2 മൗണ്ടൈൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട് നോക്ക്. ഇവിടെ ഇങ്ങനെ തട്ടായിട്ട് കൃഷി കണ്ട. ഇതുവഴിയാണ് ശരിക്കും ഞാൻ വന്നത്. എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇപ്പം നടക്കുമായതുകൊണ്ടാണ് എനിക്ക് ഓക്കെ കണ്ട. അങ്ങനെ ഇതുവഴി വരുന്ന സമയത്ത് പിന്നെ പേടിയാവൂലേ, ചാടി. ഇവിടുത്തെ ആൾക്കാർക്ക് ഡെയിലി വന്നിട്ട് അവർക്ക് ശീലമായി. എനിക്കത് ശീലമായിട്ടില്ല. അതാണ് കണ്ട. ആ ഗ്യാപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഈ ഒരു ചെറിയ ഗ്യാപ്പുള്ളൂ. ഇതൊക്കെ ഇവിടെ കണ്ട. ഇവരെങ്ങനെ ഇതുവഴി വണ്ടി ഓടിച്ചത് നമുക്ക്. ശരിക്കും പാറക്കെട്ട്. ഇത് കൂടെ വണ്ടി എങ്ങനെ കുലുങ്ങൂലേ, കുലുങ്ങി സൈഡിലേക്ക് പോകില്ല. അത്ര എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഓടിക്കുന്നത്, അല്ലാണ്ട് ഇതുവഴി ഓടിക്കാൻ പറ്റില്ല. നോക്ക് ശരിക്കും എക്സ്ട്രീം ഓഫ് റോഡ് വഴി ഇന്നലെ ഞാൻ വന്നത് കേട്ടോ. തേഞ്ഞിരിക്കുന്നു ഇങ്ങനെ, പാറക്കെട്ടൊക്കെ ഇങ്ങനെ തേഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചാടിപ്പോവും. അത്രയും ഇതായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. നോക്കി
അയ്യോ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതുവഴി. ഇത്രയും സമയം കൊണ്ട് ഒരു വണ്ടി പോലും ഇതുവഴി ക്രോസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അത് നിൽക്കുന്ന പോലും ഇല്ല. എനിക്ക് കാലൊക്കെ വേനിക്ക് നല്ല ഷൂ ഇട്ടാ നടക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ അടിപൊളി ഡെക്കാത്തലോണ്ട് ഷൂ, എന്നാലും അങ്ങ് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാലൊക്കെ വേദന എടുക്കുക. ഇവിടെ നമുക്ക് പശുവിനെ ആടിനൊക്കെ ഒരു മേയിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമസ്തേ. नमस्ते नमस्ते। कितना दूर राराली हो रहे अब कितना दूर कितना घंटा लगेगा पैदल? एक आधा घंटा लगेगा। ആധാ ഘണ്ട എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പം അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 1 hour എനിക്ക് എടുക്കുമായിരിക്കും. ഇവർക്കാണ് അരമണിക്കൂർ. എന്തായാലും എനിക്ക് അത്ര എടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എവിടെയാ വഴി എന്തൊന്നും കാണുന്നേ ഇല്ല. ഓ ഇതൊക്കെ ഏതാ വഴി? കറങ്ങി കറങ്ങി പോണോട്ടാ. ഇനിയും കുറേ വഴിയുണ്ട്. കിട്ടി 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 കണ്ട്. ഹായ്, അരമണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. പിന്നെ ഒരു 45 minute അല്ലെങ്കിൽ 1 hour മാക്സിമം. വാ, പക്ഷെ ഇനിയും കുറേ ഉണ്ട്. വഴി കണ്ടതേ രാരാലി. അപ്പോൾ രാരാലി ബ്രിഡ്ജും രാരാലിയും കണ്ട്. വാവ്, നടന്നു പോകാൻ ഒറ്റയ്ക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. കമ്പനിക്ക് ഇപ്പോൾ ഇവരുണ്ട്. ഇവരുടെ കൂടെ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്താനായിതേ ആ കാണുന്നതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ എന്തായാലും എത്തും. കാല് വേദന എടുക്കണം. താഴത്തേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ ഇതാ താഴെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരമായിട്ടും ഒരു വണ്ടി പോലും പാസ് ചെയ്യുന്ന കണ്ടില്ലല്ലോ. ആകെ പാസ് ചെയ്തൊരു ബൈക്കാണ്, അല്ലാണ്ട് ഒരു വണ്ടി പോലും ഇതുവഴിയൊന്നും പോയില്ല. ഇവിടെ 3 പേര് പുറു വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരപ്പോൾ ഇതാ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. എൻ്റെ അവരേൽ വെള്ളം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ നടന്നാണ് പോകുന്നത്. ഇവിടെ ഉണ്ടോ ഈ ആൾക്കാരൊക്കെ നടന്നാണ് കേട്ടോ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കിതർ ജറേ പുറു എല്ലാവരും പുറുവിലേക്കാണ് പോകുന്നത്. മറ്റേത് വീണ്ടും മുകളിലേക്ക്. ഓ ചെയ്യേ കേരള ഇന്ത്യ. ഞാനപ്പോൾ ഇതാ താഴേക്ക് എത്താനായിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഫൈനലി ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആകെ 100 മീറ്ററും കൂടെ ഉള്ളൂ. ഹലോ ക്യൂട്ടി. ഒരു ക്യൂട്ട് കുട്ടൻ ഓടിപ്പോയി. ബാ പേടിച്ച് ഓടിപ്പോയിട്ടാ. നല്ല രസമുണ്ട് അതിനെ കാണാൻ ചെറുപ്പത്തിൽ. ഓ, അവസാനം ഞാൻ എത്തി. 10 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് കേട്ടോ. 10 കിലോമീറ്റർ ഞാൻ നടന്നു വന്നു. നെയ് ആ വണ്ടിയിൽ അവരെന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഇല്ല, ഇവിടെ വരെ നടന്നു വന്ന് എനിക്കാണ് ഇനി ബാക്കി ലിഫ്റ്റ് അടിക്കാൻ പണി. ഇനിയിപ്പോൾ റോഡും കൂടെ ഉണ്ട്. റോഡിൽ ഇനി എന്താ പറയുക, ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരം എന്തായാലും നല്ല റോഡുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഇതേപോലെയാവും റോഡ്. ഇതിലും മോശമാവും. ഞാൻ രാരാരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നടക്കുക തന്നെ, വേറെ ഓപ്ഷനില്ല. നടന്ന് ഇല്ലാണ്ടാവുന്നേ. ഹായ്, ഇതൊക്കെ എന്ത് ക്യൂട്ടാ. ഓ, ഇവിടുത്തെ ഡോഗ്സിനെ കാണാൻ ടച്ച്. ക്യൂട്ട്, സോ ക്യൂട്ട്. ഭയങ്കര രസാ. എല്ലാവരും കാണാൻ ഭയങ്കര രസമുണ്ട്. വേറെ ചെറുത് ഭയങ്കര ക്യൂട്ട്. ഇന്നലെ വന്ന സെയിം ഷോപ്പിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് കാല് വേദന എടുത്തിട്ട് ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ എന്തായാലും വണ്ടികളൊന്നും അങ്ങനെ പോകില്ല. അപ്പം ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാമെന്ന് വെച്ചു. ഇന്ന് സെയിം 10 രൂപ കൊടുത്ത് മേടിച്ചപ്പോൾ എനിക്ക് 8 എണ്ണം കിട്ടി. ഇന്നലെ എനിക്ക് മേടിച്ച സമയത്ത് എനിക്ക് കിട്ടിയത് 4 എണ്ണമാണ് കേട്ടോ. പക്ഷേ ഇന്ന് അവിടെ ഇരിക്കുന്ന വേറെ ചേച്ചി, ഇന്നലെ അവിടെ ഇരുന്ന് വേറെ ചേട്ടനാണ്. ആ ചേട്ടൻ വേറെ പൈസ കൂടുതൽ പറഞ്ഞ്. പിന്നെ ആ ഹോർലിക്സിൻ്റെ വില ചോദിച്ചു നോക്കാം കേട്ടോ. ദീദി ഓ കിത്തന 5 10. ആ, പക്ഷെ ഇതിൻ്റെ പൈസ 10 തന്നെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഇന്നലെ വേറെയാണ് പറഞ്ഞത്. ഇവിടെ ഞാനിതേ മുട്ട പറഞ്ഞപ്പോൾ മുട്ട പകുതി പൊട്ടിച്ച് ഇത്ര ചെറിയ മുട്ടയായിട്ടുള്ളൂ കേട്ടോ. 3 എണ്ണത്തിന്, ഒരെണ്ണത്തിന് 25 വെച്ച് 75 രൂപ. 3 എണ്ണം ഞാൻ പറഞ്ഞ അതിൽ മുളക് കിട്ടും. ഞാൻ കണ്ടില്ല, അല്ലാതെ മൊത്തത്തിൽ അങ്ങ് പുഴുങ്ങിയത് തിന്നണമായിരുന്നു. അവിടുന്ന് ഇറങ്ങി ഞാനിത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് കൊച്ചാടുന്നത്, ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ക്ഷീണിച്ച്. എത്ര ദൂരാ നടക്കാം. നടന്ന് മതിയായിന്. ഇനി എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയില്ല. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഷോപ്സൊക്കെ കാണുന്നത്. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് തന്നെ എനിക്കറിയില്ല. ഏതെങ്കിലുമൊക്കെ വില്ലേജിലേക്ക് പോകണം. ഇവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിൽ ഓരോ മലേൻ്റെ മുകളിൽ, അതൊക്കെ ആൾക്കാർ അതുവഴി നടന്നു പോകണുണ്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നതാണ് കേട്ടോ കാണുന്നത്.
ഇവിടെ എല്ലാവരും ഇങ്ങനെ നടന്ന് തന്നെ പോകുന്നു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇത് നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ഇവിടെ കണ്ടോ, ഈ മലയും അതിൻ്റെ സൈഡിൽ കൂടെ പുഴയൊക്കെയാണ് ഒഴുകുന്നത്. ആ പുഴയുടെ കളർ തന്നെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കളറാണ് കേട്ടോ കാണുന്നത്. അതിനിടയിൽ കണ്ടതേ ഒരു മരം വെച്ചിട്ടൊക്കെ പാലം വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഏരിയയിൽ കണ്ടോ കൂടുതൽ ആഴമുണ്ട്, അവിടെ നല്ല ഒഴുക്കും ആഴമുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ പാലം വെച്ചേക്കുന്നത്. ബാക്കിയുള്ളവിടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നടന്നു പോകാം കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ടയർഡാണെങ്കിൽ പോലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് അറിയുന്നില്ല. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ കണ്ടോ കുറേ വീടോ എന്തൊക്കെയാ അത് മനസ്സിലാവുന്ന. പക്ഷെ ഒടുക്കത്തെ കാറ്റിലെനിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ അമ്മോ എന്തൊരു കാറ്റാ, നോക്കി എന്ത് രസാ, ഭയങ്കര അടിപൊളി. ഇവിടെ ഉണ്ടോ ഇവരുടെ മെയിൻ ജോലി ഇതൊക്കെയാണ്. ആടിനെ മേയ്ക്കുക, പിന്നെ കോഴികളെ മേയ്ക്കുക, പശുക്കളെ മേയ്ക്കുക, പിന്നെ ചെമ്പരിയാടുകൾ കുറേ ഉണ്ടാവും അതിനെ മേയ്ക്കുക, കുറേ കൃഷിയിടങ്ങളിൽ പോവുക, അതൊക്കെ തന്നെ. അതാണ് മെയിനായിട്ട്. നമസ്തേ. കേട്ടോ ഫ്രണ്ട്ലി ആണ് കേട്ടോ, ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എങ്ങോട്ടാ പോണേ, ഏത് വില്ലേജിക്കാ പോണേന്ന് പോലും അറിയാണ്ട് ഞാനിതാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല കേട്ടോ. രാത്രിയാകുമ്പോൾ പിന്നെ എന്തായാലും മൊത്തത്തിൽ ഇൻ്റർനെറ്റ് പോകും. ഞാനിന്ന് ഇൻ്റർനെറ്റ് ഉള്ള ഏതെങ്കിലും വില്ലേജിൽ എത്രയെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടക്കുന്നൊന്നുമില്ല. കണ്ടില്ലേ ഫുള്ളിങ്ങനെ എംറ്റിയാണ്. എപ്പോഴെങ്കിലാണ് ഒരു വണ്ടി വരുന്നത്. ഷെയർ ടാക്സി വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഏതെങ്കിലും നെറ്റ്വർക്ക് ഉള്ള വില്ലേജിൽ. പക്ഷെ അതാണെങ്കിലും ഭയങ്കര ടാസ്ക്കാണ്. സോ ഒരു പ്ലാനും ഇല്ല, എവിടെ നിന്ന് സ്റ്റേ ചെയ്യും, ഏത് വില്ലേജിൽ എത്തുന്നൊന്നും അറിയില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.